കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പൂജയുമായി ബന്ധപ്പെട്ട് ദിലീപും ധ്യാൻ ശ്രീനിവാസനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാഴുകയാണ് എന്ന് തന്നെ പറയാം. ധ്യാൻ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടാലും അവിടെയെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ദിലീപിനെ പറ്റി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ശരിക്കും പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ദിലീപിനെ കുറിച്ചുള്ള ഓർമ്മകളും കാര്യവും സ്നേഹവുമാണ് പങ്കുവെക്കുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഒരുപാട് പേർ അവിടെ വരികയൊന്നും ചെയ്തില്ല. പലരും മറന്നുപോയി എന്ന് പറയുന്നതാണ് അവരുടെ തിരക്കിനിടയിൽ. എന്നാൽ കൃത്യമായി എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിളിച്ചുകൊണ്ട് അമ്മയെക്കുറിച്ചും ഏട്ടനെക്കുറിച്ചുമൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിലീപേട്ടൻ എന്നാണ് ഇപ്പോൾ ധ്യാൻ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുൻപ് കലാഭവൻ മണിയുടെ വീട്ടിൽ നിന്നും അതുപോലെ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ നിന്നുമെല്ലാം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കലാഭവൻ മണി മരിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്ഥിരം എത്തുന്നൊരു കോള് അത് ദിലീപിൻ്റേതാണ് എന്ന് കലാഭവൻ മണിയുടെ വീട്ടിൽ നിന്ന് തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ മകൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ പുസ്തകങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ച് എന്തെങ്കിലും ഒരു കുറവ് മനസ്സിലാക്കിയാൽ അടുത്ത ദിവസം ആ സാധനം വീട്ടിലെത്തിക്കുന്നതും ദിലീപ് തന്നെയായിരുന്നു. കൊച്ചിൻ ഹനീഫയുടെ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം, അവരുടെ ജീവിതം, എല്ലാ കാര്യങ്ങളും അദ്ദേഹം മരിച്ചതിന് ശേഷം കൃത്യമായി എല്ലാ മാസവും വിളിച്ച് അന്വേഷിക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം എടുക്കുകയും ചെയ്യുന്നതും ദിലീപ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപ് താരങ്ങളുടെ വീടുമായി തന്നെ വളരെയധികം പ്രേക്ഷകരുടെ അടുത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞേ മതിയാകൂ. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഇപ്പോൾ ദിലീപിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ശ്രീനിവാസന്റെ വീട്ടിലും അതേ കാര്യം തന്നെയാണ് ദിലീപ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തുമാത്രം സ്നേഹത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ദിലീപ് ശ്രീനിവാസനെ കാണാനിരിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. വയ്യാതെയായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാവ്യയും ദിലീപും കാണാൻ പോയിരുന്നു. മിക്കവാറും എറണാകുളത്ത് എത്തുമ്പോഴോ പറ്റുന്ന സമയങ്ങളിലൊക്കെ തന്നെ കണ്ണൂരായാലും എവിടെയായാലും ശ്രീനിവാസന്റെ അരികിലേക്ക് എത്താൻ ദിലീപ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം കുറേയധികം വർഷമായി തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കാവ്യയും ദിലീപും പരമാവധി അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാൻ പോവുകയുണ്ടായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം മരിച്ചതിന് ശേഷം അമ്മയെ കാണാനും ഒക്കെ വീട്ടിലേക്ക് പോകാറുണ്ട്. ഒരു പ്രാവശ്യം ധ്യാൻ ശ്രീനിവാസൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ആ വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്തതിനെ കുറിച്ചും ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷവും വീട്ടിലേക്ക് വിരളമായി എത്തുന്ന ഒരാളാണ് ദിലീപേട്ടൻ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിക്കുന്നതിന് മുൻപല്ല, മരിച്ചതിന് ശേഷം ഒറ്റപ്പെടലിൽ നിന്നാണ് നമ്മൾ അവരെ രക്ഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കി തരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.